ഇനി യൂണിസെക്ഷലിൽ നമ്മൾ പറഞ്ഞു ഐദർ മെയിൽ, ഒന്നുകിൽ മെയില് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഒരു ഓർഗാനിസത്തിൽ മെയിൽ ഗാമറ്റ്, വേറൊരു ഓർഗാനിസത്തിൽ ഫീമെയിൽ ഗാമറ്റ് എന്നാണ്. അങ്ങനെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഏതാണ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്? ആൻജിയോസ്പേം. ആൻജിയോസ്പേംസ് അഥവാ ഫ്ലവറിംഗ് പ്ലാന്റ്സ് യൂണിസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആൻജിയോസ്പേമുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ടൈപ്പ് ഫ്ലവറുകളാണ് കാണുക. ഒന്ന് മെയിൽ ഫ്ലവർ, രണ്ടാമത്തേത് ഫീമെയിൽ ഫ്ലവർ. രണ്ടും ഡിഫറെൻറ്റ് റിപ്രൊഡക്റ്റീവ് യൂണിറ്റുകളായതുകൊണ്ട് മെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ, നമ്മൾ ആൺപൂവ് പെൺപൂവ് എന്നൊക്കെ പറയും. ആ മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞതിൽ നമുക്ക് സ്റ്റാമിനേറ്റ് എന്നാണ് നമ്മൾ പറയുക. സ്റ്റാമിനേറ്റ്, മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് സ്റ്റാമിനേറ്റ് ആയിരിക്കും. ആ സ്റ്റാമിനേറ്റിൽ സ്റ്റേമൻസ് ആണ് ഉണ്ടാവുക. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായ സ്റ്റേമൻസ് ആയിരിക്കും. അത് തന്നെയാണ് മെയിൽ ഗാമറ്റ് ആയിട്ട് മാറുന്നത്. സോ മെയിൽ ഫ്ലവർ എന്ന് പറയുന്നത്, മെയിൽ ഫ്ലവർ എന്താണ് മെയിൽ ഫ്ലവറിലുള്ളത്? സ്റ്റാമിനേറ്റ്. അതെന്താണ് സ്റ്റാമിനേറ്റിൽ എന്താ ഉണ്ടാവുക? സ്റ്റേമൻസ്. അതൊരു മെയിൽ ഗാമറ്റ് ആയിരിക്കും. അതേസമയം ഫീമെയിൽ ഫ്ലവറാണ്, യൂണിസെക്ഷൽ ആയിട്ടുള്ള ആൻജിയോസ്പേമിൽ പറയുന്ന ഫീമെയിൽ ഫ്ലവറിനെ നമ്മൾ വിളിക്കും പിസ്റ്റിലേറ്റ്. സോ സ്റ്റാമിനേറ്റ് മെയിൽ ഫ്ലവർ ആണെങ്കിൽ പിസ്റ്റിലേറ്റ് ഫീമെയിൽ ഫ്ലവർ ആണ്. ഈ പിസ്റ്റിലേറ്റിൽ അതെന്താണ്? പിസ്റ്റിലേറ്റിൽ എന്താ ഉണ്ടാവുക? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആയ പിസ്റ്റിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതിനെ ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറയും. സോ മെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞാൽ സ്റ്റാമിനേറ്റ്, ഫീമെയിൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റിലേറ്റ് ആയിരിക്കും. സ്റ്റേമിനേറ്റിൽ സ്റ്റേമൻ ആയിരിക്കും ബെയർ ഉണ്ടാവുക, പിസ്റ്റിലേറ്റിൽ പിസ്റ്റിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് മെയിൽ, സ്റ്റാമിനേറ്റ് മെയിൽ ഗാമേറ്റ് ആയിരിക്കും, പിസ്റ്റിലേറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ ഗാമേറ്റ് ആയിരിക്കും. ഇതാണ് യൂണിസെക്ഷൽ ആയിട്ടുള്ള ആൻജിയോസ്പേമിലെ അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ പ്രത്യേകത. അത് നമ്മൾ നേരത്തെ പറഞ്ഞു ബൈസെക്ഷൽ എന്താണ്, യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളുകൾ നോക്കാമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ മൊണീഷ്യസിൻ്റെ എക്സാമ്പിളുകളാണ് ക്യുക്കുർബിറ്റ ആൻഡ് കോക്കനട്ട്. ഇത് രണ്ടും നമ്മുടെ മൊണീഷ്യസിന് എക്സാമ്പിളാണ്. എന്തായിരുന്നു മൊണീഷ്യസ്? ബൈസെക്ഷൽ കണ്ടീഷനെ തന്നെയാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് വിളിക്കുന്നത്. ബൈസെക്ഷൽ എന്തായിരുന്നു? മെയിലും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഒരേ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ കാണുന്നതിനെയാണ് നമ്മൾ ബൈസെക്ഷൽ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് പറയുക. മൊണീഷ്യസിൻ്റെ എക്സാമ്പിൾ നമ്മുടെ ക്യുക്കുർബിറ്റയും കോക്കനട്ടും ആണ്. അതേസമയം ഡയീഷ്യസ് നമ്മുടെ യൂണിസെക്ഷലാണ്. ഡയീഷ്യസ് മെയിലും ഫീമെയിലും ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ കാണുന്നതായിരുന്നു ഡയീഷ്യസ്. ഡയീഷ്യസിന് എക്സാമ്പിളാണ് പപ്പായ ആൻഡ് ഡേറ്റ് പാം. സോ മൊണീഷ്യസിന് എക്സാമ്പിൾ ക്യുക്കുർബിറ്റ ആൻഡ് കോക്കനട്ട്, ഡയീഷ്യസിന് എക്സാമ്പിൾ പപ്പായ ആൻഡ് ഡേറ്റ് പാം. ഒരിക്കൽ കൂടി പറയാം, ബൈസെക്ഷൽ കണ്ടീഷൻ മൊണീഷ്യസ്, ഹോമോതാലിക്. എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻ ദ സെയിം ഇൻഡിവിജ്വൽ ഓർഗാനിസം. അതേസമയം യൂണിസെക്ഷൽ, ഡയീഷ്യസ്, ഹെറ്ററോതാലിക് എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൽ കാണുകയാണെങ്കിലാണ് ആ ടേം ഡിനോട്ട് ചെയ്യണം. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇത് ജനറലെ പ്ലാന്റ്സിൽ പറഞ്ഞത്. ഇനി അനിമൽസിൽ നമ്മൾ സെക്ഷുവാലിറ്റി പറയുകയാണെങ്കിൽ അനിമൽസിൽക്ക് നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയിലും ഫീമെയിലും ഒരേ അനിമൽസിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഒരേ അനിമലിൽ കാണുന്നതിന് എക്സാമ്പിളാണ് എർത്ത് വോം. ഒരു അനിമലിലാണ് മെയിലും ഫീമെയിലും കാണുന്നത്. അതിനെ കുറച്ച് എക്സാമ്പിളുകളുണ്ട്. എർത്ത് വോമിൽ മെയിലും ഫീമെയിലും റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ സെയിം ബോഡിയിലായിരിക്കും കാണുക. അതുപോലെ സ്പോഞ്ചിലും മെയിലും ഫീമെയിലും ഒരേ ഓർഗാനിസത്തിൽ തന്നെ കാണാം. പിന്നെ ടേപ്പ് വേമിലും മെയിലും ഫീമെയിലും കാണാൻ പറ്റും. അതുപോലെ ലീച്ച്. ഇതൊക്കെ ആനിമൽസിൽ മെയിലും ഫീമെയിലും സെയിം ഇൻഡിവിജ്വലിൽ കാണുന്ന ഒരു എക്സാമ്പിളുകളാണ് ആനിമൽ വേൾഡിൽ എർത്ത് വോം, സ്പോഞ്ച്, ടേപ്പ് വേം ആൻഡ് ലീച്ച്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതലായിട്ട് ബൈസെക്ഷൽ എന്ന് പറഞ്ഞ വേർഡ് അല്ല യൂസ് ചെയ്യുക. അവിടെ നമ്മൾ പകരം വേറൊരു വേർഡാണ് മെയിലും ഫീമെയിലും ഒരേ ആനിമൽസിൽ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഹെർമാഫ്രോഡൈറ്റ്. മെയിലും ഫീമെയിലും ഒരേ ഇൻഡിവിജ്വലാണ് അനിമൽസിൽ കാണുന്നതെങ്കിൽ ആ ബൈസെക്ഷലിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഹെർമാഫ്രോഡൈറ്റ്. ഇനി ഇതേ അനിമൽസിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വേറൊരെണ്ണത്തിൽ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ വേറൊരെണ്ണത്തിലാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടേമാണ് യൂസ് ചെയ്യുക, യൂണിസെക്ഷൽ. ഇപ്പോൾ അനിമൽസിൽ യൂണിസെക്ഷൽ എന്ന് പറഞ്ഞാൽ മെയിൽ തന്നെ വേറെ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ തന്നെ വേറെ. ബൈസെക്ഷലിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്. രണ്ടും ഒന്നിൽ തന്നെ ഒരു അനിമലിൽ തന്നെ കാണുകയാണെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ് ആണ്. ഹെർമാഫ്രോഡൈറ്റ് ആയിട്ടുള്ള അനിമൽസിന് എക്സാമ്പിളുകളാണ് എർത്ത് വോം, സ്പോഞ്ച്, ടേപ്പ് വോം,
ആൻഡ് ലീച്ച്. ഇത്രയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് എങ്ങനെയാണ് ഗാമെറ്റ് ഫോം ചെയ്യണമെന്ന് പറയാം. എങ്ങനെയാണ് ഗാമെറ്റ്, സെൽ ഡിവിഷനിലൂടെയാണ് ഗാമെറ്റ് ഫോം ചെയ്യുന്നത്. അതൊന്ന് നമുക്ക് നോക്കാം.